സകല ജാതികളുമായുള്ളവര് ഇത് കേൾക്കണം. എന്തോ കേൾക്കണം? സുവിശേഷം കേൾക്കണം. അതെന്താ ഇത് കേൾക്കണമെന്ന് പറയാൻ കാര്യം? സുവിശേഷം കേട്ടാൽ നിനക്ക് അനുഗ്രഹം. അതന്നെ, ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മറ്റ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഈ വാർത്താ ദൃശ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ വാർത്തകളും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തയല്ല. പല വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ്. നിരാശ വരുത്തുന്ന, ഭീതി ഉണ്ടാക്കുന്ന, വെപ്രാളം വരുത്തുന്ന വാർത്തകളാ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. എന്നാൽ നല്ല വാർത്തയൊന്നേ ഉള്ളൂ, സുവിശേഷം, സത്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അത് സുവിശേഷമാണ്. അതിന്റെ കാരണം ഇത് കേൾക്കുന്നവർക്ക് വിടുതലാണ്. രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും സുവിശേഷം കേട്ടാൽ അന്നേരം തന്നെ അവന് രോഗശാന്തി ഉണ്ടാകും. മനോവേദനയോടെ, മനോദുഃഖത്തോടെ ആരെങ്കിലും വന്ന് ഈ സുവിശേഷം കേട്ടാൽ നിന്റെ വിശന്ന മനസ്സിന് സ്തുതി എന്ന മേലാട് തന്ന് രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന മാർഗമാ സുവിശേഷം. ആത്മഹത്യയുടെ വക്കി നിൽക്കുന്നവര് കാണും. സുവിശേഷം കേട്ടാൽ പിന്നെയും കയറെടുത്ത് തൂങ്ങിച്ചാകാൻ തോന്നുകയല്ല. ആ കയറിട്ടേച്ച് ഇനി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതാ സുവിശേഷത്തിന്റെ ശക്തി. സുവിശേഷം എവിടെല്ലാം വന്നിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതല. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകുന്നില്ല, എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളൊന്നുകൂടെ ആവർത്തിക്കുന്നതേ ഉള്ളൂ. എന്തോ ആ സുവിശേഷത്തിന്റെ വിശേഷത ഒരു വാക്യം ഒന്ന് വായിച്ചേച്ച് നമുക്ക് എടുത്ത ഭാഗത്തേക്ക് വരണം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്തൊന്ന് വായിച്ചോ കർത്തൃദാസനെ. അന്നാ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത്. ഇത് യേശു ക്രിസ്തുവിന്റെ തിരുപ്പറവിയോടുള്ള ബന്ധത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തു. ആ ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി, യേശു ക്രിസ്തുവിന്റെ തിരുജനനം, ആ ജനനത്തോട് നടന്ന സംഭവങ്ങളാണ്. അപ്പൊ സുവിശേഷം കൊണ്ട് എന്തൊക്കെ നടക്കും, എന്തൊക്കെ നേടും, എന്തൊക്കെ സാധിക്കും, അതായി കണ്ണികെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ, ഓടിച്ചു വായിച്ചു, അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബെത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. മതി. കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി നടക്കുക, ആ തിരുജനനത്തോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു സംഭവമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് ഇപ്പോൾ ഇവിടെ വായിച്ച് പൊതുവിൽ കേട്ടത്. അങ്ങനെയെങ്കിൽ സുവിശേഷത്താൽ എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ സുവിശേഷം കൊണ്ടുള്ള ഗുണം ഒന്നുകൂടെ ആവർത്തിക്കാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. അങ്ങനെയുള്ള ഈ സുവിശേഷത്താൽ, സുവിശേഷം കേട്ടാൽ, സുവിശേഷം എത്തിയാൽ, സുവിശേഷത്താനുള്ള ഗുണം. എല്ലാ വാക്യങ്ങളും എടുത്തെടുത്ത് പെറുക്കി പറയുന്നില്ല. ഓടിച്ചൊന്ന് 2 കാര്യം പറഞ്ഞ് എടുത്ത കുറുവാക്യത്തിലേക്ക് വരണമല്ലോ. സുവിശേഷത്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. ഇരുട്ട് മാറ്റും. അവിടെ വായിക്കുന്നത് രാത്രിയിൽ എന്നൊരു പദമുണ്ട്, അങ്ങനല്ലയോ? രാത്രിയിൽ. അതൊന്ന് വായിച്ചേ. ഉണ്ട്, ഇപ്പം വായിച്ചെടുത്തുണ്ട്. രാത്രിയിൽ. അപ്പൊ രാത്രിയിൽ ഈ സംഭവം രാത്രിയില്ല. അപ്പൊ രാത്രിയിൽ ഈ സംഭവം നടക്കുമ്പോൾ
പെട്ടെന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി. മൈക്കിക്കൂടെ വായിച്ചു, മൈക്കിക്കൂടെ. അന്നാ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അപ്പോൾ ഇരുട്ടത്താണ് ഈ സംഭവിക്കുന്നത്. ഒരു തേജസ് ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടായി. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവര്, സുവിശേഷത്തിന്റെ വിശേഷത, സുവിശേഷം വന്നാൽ ഇരുട്ട് മാറും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റും, കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ കണ്ടേച്ച പഞ്ചായത്തിന്റെ ഇരുട്ട് മാറ്റും. ഇരുട്ട് മാറ്റും. പുള്ളിയും കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് കേൾക്കട്ടെ. ഇരുട്ട് മാറ്റും. സംസ്ഥാനത്തിന്റെ ഇരുട്ട് മാറ്റും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും, ലോകത്തിന്റെ ഇരുട്ട് മാറ്റും. അപ്പൊ ഇരുട്ട് മാറ്റാൻ മെഴുകുതിരി കത്തിച്ചു വെച്ചത് കൊണ്ട് ആ ഇരുട്ട് മാറുകയല്ല. ഹൈവേ മുഴുവൻ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുക. ഇരുട്ട് മാറണമെങ്കിൽ അതിനല്ല മാർഗം. ഇനിയും ഈ വേദപുസ്തകം പഠിച്ചാൽ ഇരുട്ട് എന്നുള്ളത് 3 വിഷയത്തെ കാണിക്കുന്നതാണ്. വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുണ്ടല്ലോ. ഇരുട്ട് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 3 കാര്യങ്ങളെ കാണിക്കുന്നു. 1 പാപം, 2 നരകം, 3 പിശാച്. ഈ 3 വസ്തുതകളെയാ ഇരുട്ട് കാണിക്കുന്നത്. പാപത്തെയും പിശാചിനെയും നരകത്തെയും കാണിക്കുന്നതായി ഇരുട്ട്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്ക് രാജഭൃത്യന്റെ രാജാവിന്റെ മോന്റെ കല്യാണം എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷെ സമയമായപ്പം ക്ഷണിച്ചവരാരും വന്നില്ല. എവിടെ പോയെന്നാ? ആദ്യം ഇവരോട് ചോദിക്കട്ടെ, ഇവരൊക്കെ അറിയാമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങളോട് നിങ്ങൾക്ക് വേറെ ഞാൻ ചോദ്യം തരാം. വിളിച്ചവരാരും സമയത്ത് വന്നില്ല. എവിടെ പോയെന്നാ? അവരെവിടെയെങ്കിലും പോട്ടെന്നായിരിക്കും. പറച്ച അത് മെയിൻ വിഷയമാ. അടുത്തത് ആയിക്കോട്ടെ. അത് കണ്ടവാനം വിശദീകരിക്കണ്ട. പിന്നെ ഈ ക്ഷണിച്ചവരാരും സമയത്ത് വരുന്നില്ല. ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. ഒട്ടിക്കട്ടി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുടക്കുന്നു താപനം രാജാത്മജ വിരുന്ന നിധി പരം. രാജാത്മജ വിരുന്ന നിധി പരം. ഉപമയോ മകസര രാജാത്മജ വിരുന്ന നിധി ഉപമയോ മകസര രാജാത്മജ വിരുന്ന നിധി പരം. രാജസുതൻ വേളയൊന്ന് കഴിച്ചത് പണ്ട്
രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചത് കൊണ്ട് ഭോജനത്തിൽ നാളടഞ്ഞൻ അരകന് കണ്ട് ആ ജനത്തെ വിളിച്ചുടൻ ആളയച്ചുകൊണ്ട് രാജാത്മജ ഇരുന്നതിൽ ഈ ഉപമയോ മകസാരം രാജാത്മജ ഇരുന്നതിൽ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷണിച്ചവരാരും സമയത്ത് വന്നില്ല. ശിംശോൻ പാസ്റ്ററും സഹോദരിയൊക്കെ ചിരിക്കുന്നത് ഈ പാട്ട് ഇങ്ങനല്ലല്ലോ പാടുന്നേ, അവര് പിന്നെ വായിച്ചു തന്നേ ഉള്ളൂ. ഞാന് പഴയ ശൈലി പാടിയെന്നേ ഉള്ളു. കാസറ്റ് വേറെ ട്യൂണാ ഇല്ലയോ, അത് വേറെ അങ്ങനല്ലേ? അപ്പൊ എന്തായാലും ക്ഷണിച്ചവരാരും സമയത്ത് വന്നില്ല. ഒരുത്തൻ കാളയുടെ പുറകെ പോയി, ഒരുത്തന്റെ കല്യാണം കഴിഞ്ഞു, ഒരുത്തന് ചില വസ്തുവും മേടിച്ചു. രാജാവിന് സങ്കടം. ഭൃത്യന്മാരോട് ചോദിച്ചു, വിളിച്ചവനല്ല, ആരുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ, മെനക്കെട്ട് നിൽക്കുന്നവനും വഴിയരികെ നിൽക്കുന്നവനും വേലി സൈഡ് നിൽക്കുന്നവനും കലികിന്റെ അവിടെ ഇരിക്കുന്നവനും മെനക്കേട് കേസൊക്കെ ഒത്തിരി ഉണ്ട്, അവനെ എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം വിളി കേട്ടപ്പോ ഓടി വന്നു കല്യാണത്തിന്. കാരണം ഒരു പണിയില്ലാതിരിക്കുകയായിരുന്നു. സകല എണ്ണത്തിനും വിളിച്ചകത്തോട്ട് കയറ്റി. അപ്പം രാജാവിന്റെ മോന്റെ കല്യാണമല്ലേ, കഞ്ഞിയും പയറുവാന്നോ? ഇടിച്ചു കയറി എല്ലാം പന്തിക്കിരിക്കുകയല്ല. അപ്പൊ രാജാവ് ക്ഷണിച്ചവരാരും വന്നില്ല. ക്ഷണിക്കാത്ത ആൾക്കാര് ഭൃത്യന്മാര് പോയി പറഞ്ഞപ്പോ പെട്ടെന്ന് വന്ന ഇവരെ എല്ലാം ഒന്ന് കാണാം, ഇതുങ്ങളുടെ എല്ലാം ഇരിപ്പും ഒക്കെ ഒന്ന് കാണാം, മുഖഭാവം ഒക്കെ ഒന്ന് കാണാം എന്നോർത്ത് രാജാവ് വന്ന് ഇങ്ങനെ നോക്കി വന്നപ്പോ ഒരുത്തനെ കല്യാണ വസ്ത്രമില്ലാതെ. അപ്പൊ അവനോട് ചോദിച്ചു, ബ്രദറിന്റെ വീട് എവിടാ? അവന് ഈ ഗതികേടാന്നേലും വകുപ്പിന് യാതൊരു. അവൻ പറഞ്ഞു, പകലോമറ്റം ശങ്കരപുരി കാളികാവ് കുടുംബത്തിലെയാന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇല്ല കല്യാണ വസ്ത്രം എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ്, ഇതല്ലേ? ഇതല്ല. അപ്പോൾ ഇവൻ അടുത്തിരിക്കുന്നവനെല്ലാം നോക്കി, അവരെല്ലാം നല്ല ജോഡി. ഇത് എന്റെതാ, ഇതല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു, അത് കല്യാണ വസ്ത്രം പിന്നെ എവിടാ? വാതൊക്കെ ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടല്ലോ, എന്റെ മോന്റെ കല്യാണത്തിന് കൂറ കുത്തി വരാൻ ഞാൻ അനുവദിക്കുകയല്ല. അതിന് വാതുക്കൽ ആളിനെ നിർത്തിയിട്ടുണ്ട്, പത്രവും കൊടുത്താ ഇങ്ങോട്ട് കയറ്റുന്നത്. അപ്പൊ ഇവൻ ചോദിക്കുക, വാതുക്കല്ലോ? ആ വാതുക്കല്ലോ. അപ്പൊ രാജാവിന് ഡൗട്ട്, നീ എവിടെ ഇതിലെ കൂടെ കയറിയത്? അവൻ പറഞ്ഞ, ഞാൻ മതിൽ ചാടി വന്നതാണ്. പഴയ ഡൈവ് അറിയാവുന്നവനാ. ഞാൻ മതിൽ ചാടി വന്നതാ. ഒറ്റ വാതലേ ഉള്ളൂ. ആ വാതല് വഴിയാ ഇതിനകത്ത് കയറണ്ടേ. അത് രക്ഷയുടെ വാതിലാ. ഇവൻ രക്ഷയുടെ വാതില് വഴി അല്ല കയറിയത് എന്ന് പറഞ്ഞ അവിടെ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ വാതില് കൂടാ വരേണ്ടത്. ഇവൻ അങ്ങനെ വന്നവനല്ല, ഇവൻ ഡൈവ് ചെയ്തതിനകത്ത്. അങ്ങനെ വന്ന ധാരാളം എണ്ണം പെന്തിക്കോസിലുണ്ട്. ഒരുമാതിരിപ്പെട്ട ഡൈവുകാരല്ല. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോ അറിയാം, പഴയ ശരിയായ വാതിലിൽ കൂടെ കയറിയവനെ കണ്ടാൽ അറിയാം. ഈ ശരിയായ വാതിലിൽ കൂടി കയറിയവന്റെ മുഖം കണ്ടാൽ അറിയാം, സംസാരം കേൾക്കുമ്പോൾ അറിയാം,
ഇടപാട് കാണുമ്പോൾ അറിയാം, അവന്റെ ശൈലി കാണുമ്പോൾ അറിയാം, അവന്റെ വസ്ത്രധാരണം കാണുമ്പം അറിയാം, യോഗത്തിന് വന്നിരിക്കുന്ന കാണുമ്പോൾ അറിയാം, യോഗം കഴിഞ്ഞ് പോകുന്ന കാണുമ്പോഴും. നിങ്ങൾ എന്തേലും തുറന്ന് പറ. മിക്കവാറും നാളെ പകല് നിൽക്കണോ? ശരിയായ വാതിലിൽ കൊണ്ട് കയറിയവൻ അകത്ത് വന്നാൽ അറിയാം. അപ്പൊ ഇവനെ യഥാർത്ഥ ശരിക്കുള്ള വാതിലിൽ കൊണ്ട് ഇവൻ മതിൽ ചാടി വന്നു. രാജാവിന് വലിയ സങ്കടവും അരിശവും. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവനെ പിടിച്ച് കെട്ടി, ഇവൻ മതിൽ ചാടിയല്ലേ വന്നേ, അവിടെ അതിലേ കൂടെ തന്നെ കളഞ്ഞേക്കാൻ പറഞ്ഞു. അതിന് സാർ ഒരു വരി എഴുതിയിട്ടുണ്ട്. ആ പാട്ടിന്റെ ഒരു വരി ഇങ്ങനെ: പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി, ഒട്ടുമടി കാണാതുള്ള ഊരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയുന്ന ജോഡി. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം, വൃത്യര് അവനെ വരിഞ്ഞ് കെട്ടി പട്ടണത്തിന് പുറത്തെ മതിലിങ്കൽ കൂടി, മതിൽ വഴിയായി വന്ന അതിലേ കൂടെ തന്നെ, ഒട്ടും മടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി, പെട്ട് നരകത്തിൽ താടാൻ. അപ്പൊ ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാണ്. അവനെ അതിലേ അടിച്ചു. മാത്രമല്ല ഇരുട്ട് പാപത്തെ കാണിക്കുന്നതാണ്. പൗലോസിന്റെ ലേഖനത്തിലൊക്കെ ഉണ്ടല്ലോ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ, ഇല്ലേ? ഇരുട്ടിന്റെ ടിപിഎംകാര് പാടുന്ന ഒരു പാട്ടുണ്ട്, ഒരു വരി: ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ട് നാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം, ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം, ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ, പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ, ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ, ക്ഷണിക്കപ്പെട്ടവരെ ഉണർന്നിടണേ നിങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുന്ന കേൾക്കേണ്ട പ്രിയരെ, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു, നരകത്തെ കാണിക്കുന്നു, പിശാചനെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, സുവിശേഷം വന്നു കഴിയുമ്പോൾ ഇരുട്ട് മാറും. പാപത്തിന്റെ മേൽ നിനക്ക് ജയം തരും, പിശാചിന്റെ മേൽ ദൈവം നിനക്ക് ജയം തരും. മാത്രമല്ല, സുവിശേഷം വിശ്വസിച്ചനുസരിച്ച് പോയാൽ നീ നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, സുവിശേഷം. ഇരുട്ട് മാറും. അല്ല, ഇനി മറുവശം ചിന്തിച്ചേ, ജീവിതത്തിന്റെ ഇരുട്ട് മാറിയില്ലേ? മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് എവിടെല്ലാം ചികിത്സ ചെയ്തു, എന്തെല്ലാം നേർച്ച കാഴ്ചകൾ കഴിച്ചു, ആരെയൊക്കെ പോയി കണ്ടു, അച്ഛനെ പോയി കണ്ടു, സ്വാമിയെ പോയി കണ്ടു, പൂജാരിയെ പോയി കണ്ടു, പാസ്റ്ററെ പോയി കണ്ടു, എവിടെല്ലാം കൊണ്ട് പ്രാർത്ഥിച്ചു, ഇല്ലേ? എവിടെല്ലാം പോയി തീർത്ഥയാത്ര നടത്തി, തീർത്ഥാടനങ്ങൾ നടത്തി, മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടാൻ. ഒരു മനസമാധാനവും വന്നില്ല. പക്ഷേ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, സുവിശേഷം വിശ്വസിച്ചപ്പോൾ, സുവിശേഷത്തെ ഏറ്റെടുത്തപ്പോൾ ആ പിടിയിൽ നിന്നെല്ലാം ദൈവം രക്ഷ തന്നു. അത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ സാധിക്കൂ. വ്യക്തികളുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റിയ മാർഗമാ സുവിശേഷം. എത്രയെത്ര തെളിവുകള്! അടിയും ബഹളവും തമ്മിത്തല്ലും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ സ്വസ്ഥത കെടുത്തി. സ്വന്തം ഭാര്യ തലയെ കൈവച്ച് പരാഗിയാതെ കാലന്റെ തലയിലെ വെള്ളിടി വെട്ടണമെന്ന് ഞാൻ കേട്ടോണ്ട് നിൽക്കുക. ഈ കാലന്റെ തലേ അതുപോലെ സ്വസ്ഥത കിട്ടും.
ഭാര്യയെ ഉപദ്രവിച്ച്, മക്കളെ ഉപദ്രവിച്ച്, മാതാപിതാക്കളെയും തല്ലി തൂമ്പാക്കൈ കടിക്കുന്നത് ഞാൻ കണ്ടു. സ്വന്തം അപ്പനെ കുടിച്ചേച്ച് വന്നേ, ലക്കില്ല ഗാനമൊന്നുമില്ല, കുടിച്ചേച്ച് വന്ന് സ്വന്തം അപ്പനെ തൂമ്പാക്കൈക്ക് അടിച്ചത്. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സുവിശേഷം കേട്ടു. ആ സുവിശേഷം അകത്ത് വന്നപ്പോൾ ജീവിതത്തിന്റെ ഇരുട്ട് മാറി. എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വ്യക്തികൾ, എത്രയെത്രയോ ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവര് ഇത് സുവിശേഷം കൊണ്ട് മാത്രമേ സാധിക്കൂ. ദേശത്തിന്റെ ഇരുട്ട് മാറിയില്ലേ? രാജ്യങ്ങളുടെ ഇരുട്ട് മാറിയില്ലേ? അതൊക്കെ വിസ്തരിക്കാൻ പോയ സമയം ഒത്തിരി എടുക്കുക, ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരു കാലത്ത് അയിത്തവും അനാചാരവും ദുരാചാരവും എന്തെല്ലാം കൊന്ത്രാക്കൊള്ളിയായിരുന്നു ഈ രാജ്യത്ത് തന്നെ. നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ സാദി നമ്മുടെ കേലതരിയല്ല, ഭർത്താവ് മരിച്ച ഭാര്യ എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. ചില പ്രിയപ്പെട്ടവരെ ചില ഇടങ്ങളിൽ ചില സമൂഹങ്ങള് സ്വന്തം പെൺപിള്ളേരെ പ്രായമുള്ളവരെ കൊണ്ടാക്കിട്ടിരിക്കുന്നത്. അന്ന് ജാതം പോലും വിടാൻ മേല. കല്യാണം കഴിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോ അയാള് പെങ്കൊച്ചിന് 19-18 വയസ്സേ ഉള്ളു. പക്ഷെ പ്രമാണം വെച്ചിരിക്കുന്ന തന്നെ ചാടിച്ചത്തോണം. വില്യങ്കേറി എന്ന് പറയുന്ന സുവിശേഷ മിഷനറി നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ ഇട്ട് ഓടിക്കുന്നു. കുറച്ചു പേര്, പുള്ളിക്ക് അറിയത്തില്ല എന്താ കാര്യമെന്ന്. പുള്ളി അന്വേഷിച്ചു. അവരാ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് കയ്യും കാലും കെട്ടി ചിതയോട് ചേർത്ത് കെട്ടുക. ആ പെൺകുട്ടിയുടെ ഭർത്താവ് 10-80 വയസ്സുള്ളൊരു വല്യപ്പനാ. അളിയത്തു നിയമം വെച്ചിരിക്കുന്ന ഭർത്താവ് ചെത്താൽ ആ ചിത ചാടിച്ചാകണം. പെങ്കൊച്ചിന് ആകാൻ താല്പര്യമല്ല. ഇവന്മാർ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ട് കത്തിക്കുക. ഇങ്ങനത്തെ ദുരാചാരങ്ങള് അതിനൊക്കെ മാറ്റം വരുത്താൻ ഇടയായത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പക്ഷെ സുവിശേഷം അതിന്റെ മുഖാന്തരമാണെന്ന് ഒരുത്തരും പറയത്തില്ല. വേറെ രീതിയിലെല്ലാം വളച്ചൊടിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് പലതും. സുവിശേഷമാണ്. ഒരു കാലത്ത് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു, അയിത്തം. പക്ഷേ അനേക മിഷനറിമാര് അധസ്ഥിതരും അധകൃതരും എന്ന് മുദ്ര കുട്ടിയ അനേകരെ ചേർത്തണച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരു പായിലിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കാനും അതിനൊക്കെ ഇടവരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അല്ലെ ചിലരുടെ മിറ്റത്ത് കയറാൻ പറ്റുമായിരുന്നോ? മിറ്റത്ത് പോയിട്ട് റോഡിൽ കൂടെ നടക്കാൻ ഒക്കുകയല്ലേ, പിന്നല്ലേ മിറ്റം. വഴി കൂടെ പട്ടിക്കും പന്നിക്കും നടക്കാൻ മനുഷ്യന് നടക്കാൻ മേല. പക്ഷെ അതിന് സ്വാതന്ത്ര്യം വരുത്തിയ മുഖാന്തരം ഈ സുവിശേഷം. ഇരുട്ട് മാറ്റും. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ലായിരുന്നല്ലോ. പള്ളിക്കൂടത്തിൽ എല്ലാവരെയും പള്ളിക്കൂടത്തിൽ കയറ്റുമോ? കയറ്റുകയല്ല. പഠിക്കാനൊക്കത്തില്ല. പക്ഷെ വിദ്യ അഭ്യസിക്കുവാൻ സ്വാതന്ത്ര്യവും മുഖാന്തരവും വരുത്തിയ മാർഗമായി സുവിശേഷം. അതെ, ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. വ്യക്തികളുടെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ, രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റിയ മാർഗമാണ് സുവിശേഷം. ആഫ്രിക്കയെ പറ്റിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. മനുഷ്യനെ തിന്നുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. അങ്ങനെ നരഭോജികളാകുന്ന ആ പ്രിയപ്പെട്ടവരെ മനുഷ്യ സ്നേഹികളാക്കി തീർത്ത മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അത് സുവിശേഷത്തെ കൊണ്ട് മാത്രമേ നടക്കൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? എല്ലാവരും ഇത് കേൾക്കണം. കേട്ടാനുള്ള ഗുണം എന്നാ? ഒന്ന്, ഇരുട്ട് മാറും. 2, അവിടെ ഒരു പദമുണ്ട്, ദൂതന്മാര് പറയുന്നൊരു പദമുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. വായിച്ചാട്ടെ ദൈവദാസനെ മൈക്കിക്കൂടെ. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അത് തന്നെ.
സർവ്വജനത്തിന് കാണാതെ പറഞ്ഞതായിരിക്കും. പിന്നെ കുഴപ്പമില്ല, എന്നാലും ഒത്തു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. അപ്പൊ ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ വിശേഷത ഇത് സന്തോഷം തരുന്ന മാർഗമാണ്. അതെ, നിങ്ങൾ ഓർക്കുന്നത് ലോട്ടറി അടിക്കുമ്പോഴാണ് സന്തോഷം വന്ന്. ലോട്ടറി നാളടിച്ച ഒരാൾ പറഞ്ഞു എനിക്ക് ഭീതിയാന്ന് പറഞ്ഞു. ലോട്ടറി അടിച്ചോൻ പറഞ്ഞു എനിക്ക് ഭയങ്കര കിടന്നുറങ്ങാൻ മേലെ വെപ്രാളമായി, കോളുകൾ വരുന്നു, പല പ്രശ്നങ്ങളാ. അന്നേരം ഇന്ന് വരെ ലോട്ടറി എടുക്കാത്ത തള്ള നല്ല പക്കി പറക്കും പോലെ ആത്മാവിന്ന് പറക്കുക. അതാ സുവിശേഷത്തിന്റെ വിശേഷത. സ്തോത്രം. ഇന്ന് വരെ ഒരു പോലും അമ്മയ്ക്ക് അടിച്ചിട്ടില്ല. ഇതെന്നാന്ന് പോലും അമ്മയ്ക്ക്. എന്നാലും അമ്മയുടെ സന്തോഷവും ചിരിയും സമാധാനവും. കിടന്ന ഉടനെ ഉറക്കവും വരും. കിടന്ന ഉടനെ അത് യോഗത്തിന് വന്നെ ഉറങ്ങുക. അത്രയ്ക്ക് സമാധാനം അമ്മയ്ക്ക് ഇല്ലേ? അതായി സുവിശേഷത്തിന്റെ വിശേഷത. കാശുള്ള വീട്ടിലെ അമ്മാമ്മ ഉറക്കമില്ലാതെ ഗുളികയും കഴിച്ച് പിന്നെ എന്തെല്ലാം ചെയ്തിട്ടും തള്ളക്ക് ഉറക്കവും വരുന്നില്ല. പിന്നെ സിറ്റ് ഔട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അന്തന്നെ നോക്കും. അന്നേരം കാശുമില്ല, പുത്തനുമില്ല, നല്ലൊരു വീട് പോലും ഇല്ലാത്ത തങ്ക നല്ല മോട്ടർ വിറ്റിയത് പോലെ ഊർക്കം വലിക്കുന്നത്. ഇതൊക്കെ സുവിശേഷം ഉള്ളത് കൊണ്ടാണ്. സുവിശേഷം നമുക്ക് സന്തോഷം തരുന്ന മാർഗമാണ്. സന്തോഷം തരും. സങ്കീർത്തനക്കാരൻ പാടി നമ്മുടെ സന്തോഷത്തിന്റെ ഒരു വിശേഷത, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ലോകക്കാർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴാ സന്തോഷം. റബ്ബറിന്റെ വില കൂട്ടി, അവർക്ക് സന്തോഷമാണ്. സന്തോഷമാണ്. റേഷൻ കടയിൽ നിന്ന് ഫ്രീ ആയിട്ടത് ഭക്ഷ്യസാധനങ്ങളൊക്കെ തരുന്നു, ചിലർക്ക് സന്തോഷമാണ്. പഞ്ചായത്തിൽ നിന്ന് ആടിനെയും കോഴിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, എല്ലാവർക്കും സന്തോഷം. എന്തോ ക്യൂവാ. പക്ഷെ ദൈവമക്കൾക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും സന്തോഷമാണ്. ഹബക്കൂക്ക് പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഗോശാലകൾ ചിലപ്പോ കന്നുകാലി കണ്ടെന്ന് വരികയല്ല, അത്തിവൃക്ഷം തളർത്തെന്നും വരികയല്ല, മുന്തിരിവള്ളിയിൽ ഫലമൊന്നും കണ്ടെന്നും വരികയില്ല. പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇന്ന് രാത്രി അതാ നമ്മുടെ സന്തോഷം. നമ്മളെക്കാൾ ഞാനെപ്പോഴും പറയും, ലോകക്കാരേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കടഭാരമുള്ളവർ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മളെ കണ്ടാ അത് പറയുമോ? നിങ്ങളെ ചിലരെ കണ്ടാ പറയും, ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരെ കണ്ടാലും കടഭാരം ഉണ്ടെന്ന് പറയത്തില്ല. അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത അമ്മാമ്മ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ടല്ലേ സഹായത്തിന് ഇടയ്ക്കിറങ്ങി ഓടിപ്പോകുന്നത്. പക്ഷേ നാളൊരു തള്ള പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചായന് പെണ്ണുങ്ങൾ തന്നെ വെച്ചേക്കുകയല്ലെന്ന്. പെണ്ണുങ്ങൾ തന്നെ ഞാൻ മരിച്ചിട്ട് കഴിഞ്ഞു പോവാം. ആ ഭാഷക്ക് പറഞ്ഞാൽ മതി. പെണ്ണുങ്ങൾ തന്നെ അളവായിക. ഞാൻ ചോദിച്ചത് എത്ര ലോണുണ്ട്? അയ്യോ ഞങ്ങൾക്ക് എല്ലാം ലോണാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മുഴുവൻ. അന്നേരം ഒരു ലോണ് പോലും ഇല്ലാത്ത ദൈവത്തിന് മഹത്വം, ആനന്ദമാണ് നമുക്ക്. സ്തോത്രം. അവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ആ സന്തോഷം. നമുക്ക് അങ്ങനല്ല. നമ്മുടെ സന്തോഷം പൗലോസ് പറഞ്ഞു, കർത്താവിൽ സന്തോഷിപ്പിക്കും. സ്തോത്രം. സന്തോഷിപ്പിനെന്ന് പിന്നെയും നിങ്ങളോട് പറയുക. നമുക്ക് സന്തോഷം വീട് വെക്കുന്നത് അല്ല സന്തോഷം, കാശ് കിട്ടുന്നതല്ല സന്തോഷം. സ്തോത്രം. പിള്ളേര് പേർഷ്യയിൽ പോകുന്നതല്ല സന്തോഷം. അത് തെറ്റാന്നോ കുറ്റമാന്നോ അല്ല. നല്ലൊരു കല്യാണം നടന്നു, അതല്ല സന്തോഷം. വലിയ വണ്ടി മേടിച്ചു, അതൊന്നുമല്ല നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം. അത് തെറ്റാന്നോ കിട്ടിയത് മോശമാന്നോ അല്ല എന്റെ വാദം. നമുക്ക് സന്തോഷിക്കാൻ വക എന്നാന്നറിയാമോ? കർത്താവ് പറഞ്ഞു സ്വർഗത്തിൽ പേരെഴുതി. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, പിന്നെയോ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി. അതുകൊണ്ടാ സന്തോഷം. എനിക്ക് പാടാൻ വയ്യ, എന്നാൽ ഇവര് നന്നായിട്ട് വായിക്കുന്നത് കൊണ്ട് സന്തോഷമുണ്ട്. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി
ഇങ്ങനെയുള്ള പാട്ട് പെന്തിക്കോസുകാര് പാടിയാ ഒക്കത്തില്ല. സത്യമായിട്ട് പറയണം. അത് CSIക്കാര് പാടിയെങ്കിലേ ഒക്കുള്ളൂ. അതിന് കുശുമ്പ് കുത്തുവന്നും എന്നെ നോക്കി കുശുമ്പ് കുത്തുവന്നും ചെയ്യരുത്. ഇങ്ങനെയുള്ള പാട്ടുകള് അവര് പാടിയാൽ വളരെ നന്നായിട്ട്, കാരണം നമുക്ക് ഈ ആത്മാവുള്ളത് കൊണ്ട് പിടിച്ചാൽ കിട്ടുകയില്ല. ഇടയ്ക്ക് കയറി നമ്മൾ മൂക്കും. അപ്പൊ അവരതിന്റെ ചിട്ടയില് എന്തോ സുഖമാ കേൾക്കാൻ. ഞാന് ചിലപ്പം ആ പാട്ടുകൾ ഇങ്ങനെ, ഞങ്ങളുടെ അടുത്തൊരു CSI പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോകുന്ന കാലത്ത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പം ഈ പള്ളിയിലെ പാട്ടും പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞാൻ പാട്ട് ഇഷ്ടമായി. എനിക്ക് പാടാൻ ടൂണും സ്വരവും ഒന്നുമില്ല. അതാണല്ലോ ഞാൻ പാടുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ കണ്ടു. അത് സ്വരവും ട്യൂണും ഇല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ഞാന് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ കേട്ട് നിൽക്കും. എന്തോ സുഖം. അത് ഒരു ചരട് പിടിച്ചതുപോലെ ഒരു മാത്ര പോലും തെറ്റാറാ അവര് പാടുന്നു. ആ കാര്യത്തിൽ ഞാന് മർത്തോമക്കാരൊന്നും ഒക്കത്തില്ല, ഒരു കാര്യം ഒക്കുകയില്ല. അതാ അവരുടെ കൊയറെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുശുമ്പ് കുത്തുകയാണ്. ഒരു കാര്യം പറയുമ്പോൾ വളരെ നല്ല പാട്ടാണ്. പാട്ടിന്റെ വിഷയത്തിൽ അവരെ അഭിനന്ദിക്കുക. വേറെ വിഷയമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, സന്തോഷിക്കാൻ കാരണം നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി. അപ്പോൾ സുവിശേഷത്താൽ എന്തൊക്കെ നേട്ടം, എന്തൊക്കെ സാധ്യത. ഒന്ന്, ഇരുട്ട് മാറ്റി. അതിന് മന്ത്രവാദം ഒന്നും ചെയ്യണ്ട, മന്ത്രവാദിയെയും വിളിക്കണ്ട, ആഭിചാരക്കാരെയും വിളിക്കണ്ട, ഒരുത്തരെയും വിളിക്കണ്ട. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. സാക്ഷാൽ രക്ഷകനാകുന്ന, സാക്ഷാൽ ദൈവമായ, ഏക സത്യ നിത്യ ദൈവമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ രക്ഷകനായ യേശുവിനെ ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിന്റെ ഇരുട്ടും, കുടുംബത്തിന്റെ ഇരുട്ടും, ദേശത്തിന്റെ ഇരുട്ടും മാറും. രണ്ട്, സന്തോഷം ഉണ്ടാകും. നമ്മുടെ ഇടയിൽ ധാരാളം ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ അവിടെ ഒത്തിരി പേര്. പക്ഷെ എന്തോ സന്തോഷമാണെന്നറിയാമോ? അതേസമയം കൊട്ടാര സദൃശമായി വീട്ടിൽ പാർക്കുന്ന കൊച്ചമ്മയ്ക്ക് യാതൊരു സന്തോഷവും. ഈയിടെ ഒരു തള്ളയോട് ഞാൻ ചോദിച്ചു, എന്തോ ഉണ്ട് കൊച്ചമ്മ? ഓ, ഭയങ്കര വീടും റബ്ബർത്തോട്ടവും, പിള്ളേരെല്ലാം പല രാജ്യങ്ങളിലുമൊക്കെയാ. അല്ലെങ്കിൽ യാതൊരു സന്തോഷവും. ഞാൻ വലിയ കാര്യത്തിൽ എന്തോ ആണ്. ഓ, ഞാൻ ചോദിച്ചു എന്തോ പറ്റി? ഓ ഓ ഒന്ന് വെക്കുന്നതല്ലാതെ യാതൊരു സന്തോഷമോ ചൈതന്യമോ. അതേസമയം വേറെ ചില അമ്മമാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാശുമില്ല, പുത്തനുമില്ല, വീടുമില്ല, പിള്ളേര് പേർഷ്യയെ പോലും പോയിട്ടില്ല. ഒരു നാടൻ ഭാഷയ, മാനുഷികമായി യാതൊരു സാമ്പത്തിക ഭദ്രതയില്ല. പക്ഷെ എന്നെ സന്തോഷമാണെന്നറിയാമോ? ഭയങ്കര സന്തോഷമാ. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? ദൈവിക സമാധാനമാകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് സന്തോഷം ലഭിക്കുന്ന മാർഗമാ സുവിശേഷം. മൂന്ന്, ഒത്തിരി പറയാനുണ്ടെങ്കിലും ആ ഭാഗത്ത് രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു വിടാം. മൂന്ന്, ഭയം മാറും. അവിടെ ദൂതൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, ഭയപ്പെടേണ്ട. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ശ്രദ്ധിച്ചേ, സുവിശേഷം വന്നു കഴിയുമ്പോൾ ഭയം മാറും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഭയത്തോടെ ഭാരത്തോടിരിക്കുന്നവരോട് എനിക്ക് ഓർമ്മിപ്പാനുള്ളത്, സാക്ഷാൽ സത്യസുവിശേഷം ഉള്ളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, സുവിശേഷത്തെ ഏറ്റെടുക്കുമ്പോൾ നിന്റെ ഭയം മാറും. എത്രയെത്ര തെളിവുകളാ!
ഈ മനുഷ്യരെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടുന്നവരാ. വളരെ ദുഃഖത്തോടെ പറയാൻ പറ്റുള്ളൂ. പ്ലെയിൻ അപകടം അടുത്ത കാലത്ത് വളരെ സങ്കടമായി പോയി, വളരെ ദുഃഖം. നമ്മുടെ ഇവിടെയും ഒരു സഹോദരി പുല്ലാട്ട് രഞ്ജിത അല്ലേ കടന്നുപോയി, വളരെ ദുഃഖമാണ്. ആ ദിവസങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഓ പേടിയാന്ന് പറഞ്ഞു. യാത്ര പ്ലെയിനെ കയറാൻ പേടിയ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. ഈയിടെ ഒരു ആളോട് സംസാരിച്ചും പറഞ്ഞു, ഞാൻ ചോദിച്ചു സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? അന്നേരം പറഞ്ഞു ഓ ഇപ്പൊ ആരെയും നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു എങ്ങനെ അന്നേരം കാണും? ഒത്തിയും ചാടി ഒക്കുന്നത് പോലൊക്കെ ഒക്കും. ഞാൻ ചോദിച്ചു ആരെയും ഓ ആരെയാ വിശ്വസിക്കാൻ പറ്റുന്ന? രാത്രി പടല് കണ്ടിച്ചെങ്കിൽ കണ്ടിക്കല്ലേ? ഒരു എലന്തൂർ ഒരു തള്ള വേറൊരു തള്ളയെ കൊണ്ടുവന്ന് കണ്ടിച്ച് നിങ്ങൾ വായിച്ചൊന്നുമില്ലേ? ഓ ഇവിടെ കണ്ടിക്കാഞ്ഞിട്ടായിരിക്കും. എന്നെ സങ്കടപ്പെട്ട് കണ്ടിച്ച കാര്യാ പറഞ്ഞ പെടലി കണ്ടിച്ചെന്ന്. മരബലി ഒന്നിനെയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവർക്കും ഭയമാണ്. അങ്ങനെ ഭയത്തോടിരിക്കുന്നവരോട് ഇന്ന് രാത്രി ഓടിപ്പിക്കാനുള്ളത്, സുവിശേഷം വന്നു കഴിയുമ്പോൾ ഭയം മാറും. നിങ്ങൾ ക്രൈസ്തവ ചരിത്രമൊക്കെ പഠിച്ചിട്ടില്ലേ? രക്തസാക്ഷികളുടെ ചരിത്രം. പെടലി കണ്ടിക്കാൻ പോകുമ്പോഴും സന്തോഷത്തോടാ പോകുന്നത്. അന്നത്തെ രക്തസാക്ഷികളൊക്കെ അന്യോന്യം പറഞ്ഞേച്ചു പോകുന്ന ചെന്ന് പെടലി കണ്ടിക്കുക, ഗളച്ഛേദം. ആ കണ്ടിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്, മാറാനാഥ. ഭയമില്ല, ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസത്തിനോട് ചേർന്നൊരു വാക്യം പറഞ്ഞു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അത് പറയുമ്പം ചരിത്രം പറയുന്നത് പൗലോസിനെ വെട്ടിക്കൊല്ലേണ്ട വാള് ഇങ്ങനെ മൂർച്ച കൂട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെന്നും, അല്ലെങ്കിൽ ഇതൊക്കെ ഈ നിലയിൽ കൊല്ലാൻ കൊണ്ടുപോകുന്നെന്നൊക്കെ പറയുക. അതെല്ലാം അറിഞ്ഞുകൊണ്ട് പറയുക, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അന്നേരം പൗലോസ് സഭയ്ക്ക് കൊടുത്ത ലേഖനത്തിൽ പറയുക, കർത്താവിൽ സന്തോഷിച്ചോണം. സന്തോഷിപ്പിനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഇന്ന് രാത്രി പ്രിയരെ, സുവിശേഷം വന്നു കഴിയുമ്പോൾ ഭയം മാറും, മരണഭീതി മാറും, ചിത്തഭ്രമം മാറും. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ആരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ ഭയം മാറ്റാനുള്ള ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഓടിച്ച് അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള സുവിശേഷം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യന് രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും കേൾക്കണം. കേട്ടാലുള്ള ഗുണം, ഒന്ന് ഇരുട്ട് മാറും, രണ്ട് സന്തോഷം ഉണ്ടാകും, മൂന്ന് ഭയം മാറും. അങ്ങനെയുള്ള സുവിശേഷ പുസ്തകമാകുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യമാണ് നമ്മൾ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സാക്ഷാ ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവം. ആ സത്യദൈവമാകുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാകുന്ന യേശു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് നിത്യജീവനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായം നിങ്ങൾക്കറിയാം, പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം.
10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം 11, 12 അധ്യായം ചേർത്ത് പഠിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. തീർന്നില്ല, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമാകുന്ന ലാസറിനെ ഉയർപ്പിക്കുന്ന ദൈവം. അതാ യേശു. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചില ആൾക്കാര് മരണ വീടുകളിൽ ഉയർപ്പിക്കാൻ നിൽക്കുന്നവരുണ്ട്. ഉയർക്കട്ടെ. ഞാന് ഒരടക്കത്തിന് പോകാൻ അങ്ങോട്ട് ചെന്നപ്പം വണ്ടി അവിടെ നിർത്തിച്ചിട്ട് നടന്നു പോകണം. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛാ അങ്ങോട്ട് പോണോ? ഞാൻ ചോദിച്ചു, എന്നാ? ഇന്നലെ രാത്രി മുതൽ ഉയർപ്പിക്കുകയാന്ന്. ഞാൻ ചോദിച്ചു, ആരാ? അപ്പൊ പേര് പറഞ്ഞു, എല്ലാരും ഉണ്ടെന്ന്. അപ്പം വേറൊരുത്തൻ പറഞ്ഞു, ഉയർപ്പിച്ചില്ലേ ഇവനെ എല്ലാം ഇന്ന് ഈ തോട്ടിനകത്ത് ചവിട്ടി താക്കുവന്ന്. മുന്നിലൊരു തോടുണ്ട്. ഞാനും ഒന്ന് ശങ്കിച്ച് പോണോ പോകണ്ടയോ എന്ന്. അപ്പം പരിചയമുള്ള 2 പേര് വന്ന് പറഞ്ഞു, പോകാന്ന് പറഞ്ഞു, ചെന്ന് കാണാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകരുത്, എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ അവിടെ ചെന്നപ്പം 3-4 വിദ്വാന്മാരും നിന്നങ്ങ് കസറുക. ഒരുത്തൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ കാണുകയല്ലെന്നാരാ പറഞ്ഞേ? ഞാന് പെട്ടെന്ന് കണ്ടേച്ച് ഞാന് വേണ്ടപ്പെട്ട ഒന്നിനാണ് ഞാൻ പറഞ്ഞു, പോവാന്ന്, എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് പാലം കയറി ഇറങ്ങി. വണ്ടിയെ കയറിയപ്പോഴേ പറഞ്ഞു, പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. പിന്നീട് ഞാൻ അന്വേഷിച്ചു. പുള്ളി ഉയർത്തുമില്ല. ഇവന്മാരെല്ലാം കൂടെ കൊണ്ടുവന്ന് പരുത്തമ്പാറ കൊണ്ടുവന്ന് അടക്കി. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഉയർപ്പിക്കാനായിട്ട്. ഒത്തിരി ഉണ്ട്. കിളക്കം കയറുമ്പം പല സ്ഥലത്തും ഉണ്ട്. ഞാൻ പേരുമൊന്നും പറയുന്നില്ല. നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞില്ല? മോൻ അറിഞ്ഞോ? ഇവരറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് കുറെ വട്ടന്മാരിറങ്ങിയിട്ടുണ്ട്. അന്നാ ഇവനല്ല ഏതേലും ഇവിടെ തന്നെ ഉയർപ്പിച്ചോ? ദൈവം അന്നും ഇന്നും അത്ഭുതം ചെയ്യും. അത് പ്രത്യേക കേസുകളാണ്. എന്തിനാണെന്നറിയാമോ? തന്റെ വചനത്തെ ഉറപ്പിക്കാനും, സ്തോത്രം, അവിടുന്ന് ദൈവമാണെന്ന് തെളിയിക്കാനാണ്. അല്ലാതെ മരിച്ചവരെ എല്ലാം കൂടെ ഉയർപ്പിക്കാനല്ല ഈ ശുശ്രൂഷ. മരിച്ചവരെല്ലാം ഉയർക്കും, അതിൻ്റെ ഒരു സുദിനമുണ്ട്. അതുകൊണ്ട് മരണ വീട്ടിലൊക്കെ പോകുന്നവര് വളരെ ശ്രദ്ധിച്ചോണം. സ്തോത്രം, വളരെ ശ്രദ്ധിച്ചോണം. അതെ, ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം പെടുക. പക്ഷേ യോഹന്നാൻ 11:12 യേശു ലാസറിനെ ഉയർപ്പിച്ചു. സ്തോത്രം, ലാസറിനെ ഉയർപ്പിച്ചു. 12-ാം അധ്യായത്തിൽ ലാസർ പന്തിക്കിരിക്കുകയാണ്, ഉയർത്ത ലാസർ. 13-ാം അധ്യായത്തിൽ പെസഹ എന്ന ശുശ്രൂഷ നടത്തുകയാണ്, പാദം കഴുകലും. എന്നിട്ട് 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് നമ്മൾ വായിച്ചത്. ഇനി 14-ന്റെ പ്രാരംഭവാക്യം വായിച്ചാട്ടെ. അത് ബൈബിളിൽ കൂടെ അങ്ങ് വായത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങി പോകരുത്. 14-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ അടിമശിഷ്യന്മാരോട് പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് പറയാൻ കാരണം ഞാൻ ഇങ്ങനെ പറയുന്നത്, 13-ാം അധ്യായം പഠിച്ചാൽ പെസഹ കഴിക്കുന്ന സമയമായപ്പോൾ ശിഷ്യന്മാരതിനു മുമ്പ് യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എവിടാ നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അതങ്ങനെ ചോദിക്കാൻ കാര്യം, കയറി കിടക്കാൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഭക്ഷിക്കാൻ മിക്കപ്പോഴും ഭക്ഷണമില്ല, കരം കൊടുക്കാൻ കാശില്ല. എബ്രായ ലേഖനമൊക്കെ ചേർത്ത് പഠിച്ചാൽ പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട നസറയനാകുന്ന യേശു. ഒന്നും സ്വന്തമായിട്ടില്ല, കരം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ ഒരു കസേരയോ അല്ലെ അതിനുള്ള പുൾപിറ്റ് ഒന്നുമില്ല, വല്ലവരുടെയൊക്കെ പടകില്.
പഴയ ഒരു പാട്ടിന്റെ വരി ഓർമ്മ വരിക. പാടാൻ വയ്യ, എന്നാലും പാടുകല്ല പറയുക. നദികൾക്കു വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. നദികൾക്കും വസിപ്പതിനായി കുഴിയും പറവയ്ക്ക് വസിപ്പതിനായി കൂടും. ുണ്ടിപ്പന്നോ അലജായി പതിനായി കുരിശല്ല നീ പാനിൽ സ്ഥാനമില്ല. ുണ്ടിപ്പന്നോ അലജായി പതിനായി കുരിശല്ല നീ പാനിൽ സ്ഥാനമില്ല. കുരിശും നിജ തോഴുവൻ ഇനിമേറി പോകുന്ന കാഴ്ച കാണി. കുരിശും നിജ തോഴുവൻ ഇനിമേറി പോകുന്ന കാഴ്ച കാണി. സകലാപമൊരുത്തനു ഇല്ലവനിൽ സകകാരികൾ ഒരുവനു ഇല്ലരികിൽ. സകലാപമൊരുത്തനുമില്ലവനിൽ സകകാരികൾ ഒരുവനു ഇല്ലരികിൽ. സർവേശ്വരനും കൈവിട്ടതു ദാരുണമോർത്താൽ സർവേശ്വരനും കൈവിട്ടതു ദാരുണമോർത്താൽ കുരിശും നിജ ഒരു വൻകിരിമേ കരേറി പോകുന്ന കാഴ്ച കാണി. അപ്പൊ ശ്രദ്ധിക്കുക, ആ പാട്ട് എല്ലാവരും പാടും വെച്ചൊരു ശ്രദ്ധിക്കണം. ചിലര് പാടുന്നത് കുരിശും നിജ തോളിലെടുത്തൊരു വൻകിരിമേൽ, വൻകിരിയല്ല, ഒരുവൻ ഗിരിമേൽ കയറി എന്ന. മിക്കവരും പാടുന്ന ഒരുവൻ അവിടെ വലിയ വൻകിരി ചാടി കയറിയതൊന്നുമല്ല. കുരിശും തോളിലെടുത്തുകൊണ്ട് ഒരുവൻ ഗിരിയിൽ കയറി. ആട്ടെ, അപ്പൊ കയറി കിടക്കാൻ ഇടമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, കരം കൊടുക്കാൻ കാശുമില്ല, ഒന്നുമില്ല. ചിലപ്പോ യോഗമൊക്കെ കഴിഞ്ഞ് വിശന്നാ പോകുന്നത് കൂടെയുള്ള ശിഷ്യന്മാര്. അതുകൊണ്ട് ആ വല്ലവരുടെയും വയലിറങ്ങി കതിര് പറിച്ചു. തിരുമി വിശപ്പ. ശിമോന്റെ വീട്ടിൽ ചെന്നമ്മ കൈ കഴുകാറാ ഭക്ഷണം. വിശന്നുകൊണ്ടാന്നോ ധൃതി കൊണ്ടാന്നോ? ഈ ഏരിയയിൽ ചില കല്യാണത്തിന് വരുമ്പോ കല്യാണം അവിടെ നടക്കുമ്പോ കുറെ ഏർപ്പാടുമല്ല. ഒരിക്കൽ ഞാൻ കല്യാണം എല്ലാം കഴിഞ്ഞ് സമാധാനം അന്നേരം പറഞ്ഞ് എല്ലാവരും കഴിച്ചു പോയെന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. എല്ലായിടത്തും അങ്ങനെ ആണോന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഓ, നിങ്ങൾ മിണ്ടുന്നുമില്ല. അങ്ങ് പഴഞ്ഞിയിൽ പണ്ട് ചെന്നപ്പോൾ ഇങ്ങനെ തന്നെ സംഭവം. അന്നേരം ഞങ്ങളുടെ ഒരു അച്ചായൻ വേറൊരു കാര്യം പറഞ്ഞു. അത് ഇപ്പൊ ഞാൻ പൊതുവെ പറയുന്നില്ല. ചിലര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. കടിച്ചേച്ച് പറയും വെള്ളം എവിടാന്ന്. അപ്പം അതിന്റെ അർത്ഥം എന്നാ? കഴുകാതാ? കടിയേച്ചാന്നേ കഴിച്ചേച്ച് വെള്ളം എവിടാന്ന് ചോദിക്കുക. വെള്ളം ഉള്ളിടത്ത് കടിയേച്ചല്ലേ വന്നിരുന്നത്. അപ്പൊ ശിഷ്യന്മാര് കൈ കഴുകാനൊക്കെ ഭക്ഷണം കഴിച്ചു. മിക്കപ്പോഴും വിശപ്പാ. കർത്താവിനും വിശന്നു. അത്തിയെ നോക്കി. അപ്പൊ വളരെ എന്റെ ഭാഷ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ശിഷ്യന്മാര് വന്ന് ചോദിച്ചു, ഗുരു എവിടാ ഞങ്ങളൊന്ന് പ്രസംഗ ഒരുക്കേണ്ടത്? അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പിന്നെ നിങ്ങള്
നഗരത്തിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പം ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ കുടം തള്ളി താഴെയിട്ട് ഇപ്പോഴാണോടാ വെള്ളം കോരിക്കൊണ്ട് എന്ന് ചോദിക്കണമെന്നല്ല, അവന്റെ പുറകെ നിങ്ങൾ ചെല്ലണം. അന്നേരം അവൻ ഒരു വലിയ വീട്ടിലോട്ട് കയറും. ആ വീട്ടുടവൻ ചോദിക്കും എന്താ? അപ്പൊ നിങ്ങൾ പറയണം, കർത്താവിന് ഗുരുവിന് പെസഹ ഒരുപ്പാൻ ശാല എവിടെ? വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക. ഈ പ്രവചനം പോലെ നടന്നു. എന്തിനേറെ പെസഹായുടെ ദിവസം യേശുവും ശിഷ്യന്മാരും ഈ വന്മാളികയിൽ ചെന്നു. അപ്പർ റൂം എന്നൊക്കെയാ കൊടുത്തേക്കുന്നത്. വേറൊരു ഭാഗത്തേക്കുന്ന വിരിച്ചൊരുക്കി എന്ന മലയാളത്തിൽ ഫർണിച്ചർ അങ്ങനെ കൊടുത്തിരിക്കുന്നത് എല്ലാം. അപ്പൊ ഈ വലിയ വീട്ടിൽ എല്ലാം ഫർണിഷ് ചെയ്ത ആ മുകളിലത്തെ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു വീട്ടിൽ കയറി. ഈ വീടും എല്ലാം കണ്ട് ഇവർ അമ്പരന്ന് കാണും, സാധ്യതയുണ്ട്. അതിന്റെ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം കണ്ട് അമ്പരന്നു. അപ്പൊ എന്റെ ഭാവനയും കൂടെ ഒന്ന് ചേർക്കുക. ശിഷ്യന്മാര് തമ്മിൽ പറഞ്ഞു, എന്റെ അന്ത്രോസെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ വീട്ടില് കയറുന്നത്. അതിന് ന്യായമായ ചില കാര്യം, ഇവര് കൂടുതൽ പേരും ഗലീലക്കാരാ, മുക്കുവന്മാരും പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമാണ്. അങ്ങനെയുള്ള ഇവര് പട്ടണത്തിലെ ഈ വലിയ വന്മാളികക്കകത്ത് കയറി ഇതെല്ലാം കണ്ടപ്പം ന്യായമായ ചിന്തയാ. ഒരു ചെറിയ ഭാരമൊക്കെ ഉണ്ടായി. ആട്ടെ, ഇത്രയും വലിയൊരു വീട്ടില് നമ്മളുമൊക്കെ ചിലപ്പം വലിയ വലിയ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്, അന്തം വിട്ടിട്ടുണ്ട്. വീട് തന്നെയാണോന്ന് ചിലപ്പം ചിന്ത വരും വലിയ വലിയ വീടുകളില്. ശിഷ്യന്മാരും ഇങ്ങനെ ചിന്തിച്ചേ ഈ വലിയ വീട്. അപ്പൊ അവര് പറഞ്ഞു, എന്തായാലും നമ്മള് പുള്ളിയുടെ കൂടെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇത്ര ഒരു വലിയ വീട്ടിൽ കയറാനെങ്കിലും ഒത്തല്ലോ. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, കേറിയതൊക്കെ കൊള്ളാം, അധികം നേരം ഇരുത്തുകയല്ല, പുള്ളി ഇവിടുന്ന് പോകുക എന്നാ പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ യോഗത്തിന് പുള്ളി പറഞ്ഞു, കുറഞ്ഞോന്ന് കഴിഞ്ഞാ നിങ്ങൾ എന്നെ തന്നെയല്ല കൂടെ കൂടെ പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ചാകും, എന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വീട്ടിൽ അല്പസമയം ഇരിക്കാൻ ഒത്തത്. അപ്പൊ പറഞ്ഞു കാണും, എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ, ഇത് കാണാനൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള വീടും ഈ ക്രമീകരണമൊക്കെ കാണാനേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. ഇങ്ങനൊക്കെ പറഞ്ഞ് ഇവരുടെ ഹൃദയത്തിനും അല്പം, ഒന്നാതെ യേശു മരിക്കാൻ പോകുന്നു, അതിന്റെ ഒരു കലക്കമുണ്ട്. യേശു ക്രൂശിക്കപ്പെടാൻ പോവുക, അതിന്റെ ചിന്തയുണ്ട്. അതിന്റെ കൂടെ ഈ വീടും കൂടെ കണ്ടു. ഹൃദയത്തിന് അല്പം കലക്കം. വീട് കണ്ട് കലക്കവും കൂടെ വന്നെന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. കാരണം അതുകൊണ്ടാ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് എടുത്ത് പറഞ്ഞു, പാസ്റ്റർ അത് പറയാൻ നേരം കിട്ടാഞ്ഞത് കൊണ്ടാ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിന്റെ ഭവനം. അത് പറയാൻ കാര്യം ഈ വീട് കണ്ട് അല്പം ഹൃദയകലക്കമൊക്കെ വന്നു. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹൃദയം കലങ്ങരുത്. നമ്മുടെ ഹൃദയം കലങ്ങുന്ന അനവധി നിരവധി വിഷയങ്ങൾ വരാം. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിച്ചോണം. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി മെസ്സേജ് നിർത്തുക. ദൈവം അനുവദിച്ചാൽ നാളെ പകല് ഇച്ചിരി ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. നാളെ വൈകിട്ടത്തെ യോഗത്തെ തുടങ്ങാൻ പറ്റുമോ? എല്ലാരും വരുമോ? ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ യോഗം നടക്കുന്നത്? എന്തെങ്കിലും മിണ്ട. വരുമോ? നിങ്ങൾക്ക് നാളെ വരുമോ? നിങ്ങൾ വരും. ഇച്ചിരി നേരത്തെ വരാമോ? താമസിച്ച് വരുന്നവര് കൈപോക്ക്. അപ്പൊ പിന്നെ നേരത്തെ വരുന്നവരെ എനിക്കറിയാമല്ലോ. താമസിച്ച് വരുന്നവര് കൈപോക്ക്. അപ്പൊ എല്ലാരും നേരത്തെ വരിക. അപ്പൊ ഇച്ചിരി നേരത്തെ എനിക്ക് നാളെ ഒരു 6:30 പുറങ്ങിക്കാൻ സമയം തരുകയായിരുന്നെ വലിയ ഉപകാരമായിരുന്നു. അല്ലെ 7 ആക്കാമോ? എന്തേലും ഒന്ന് മിണ്ട.
ഒരു പാവത്താനാണല്ലോ ദൈവമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാന് ദൈവം അനുവദിക്കുകയാണ് 7 മണിക്ക് പ്രസംഗം തുടങ്ങും. അപ്പൊ നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനമൊക്കെ ഒന്ന് ധ്യാനിക്കാം. ഇപ്പൊ ഇന്ന് അല്പം വൈകിയെങ്കിലും നിങ്ങളെല്ലാം സഹിച്ച് എന്നെ കേട്ടിരുന്നല്ലോ, വളരെ നന്ദി. എന്തുവാ നിങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നത്? 7-ന് വരികയല്ലെന്നാണോ? നിർത്തുക. ദൈവത്തിന്റെ മഹത്വം. ഹൃദയം കലങ്ങരുത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എടുത്ത് വായിപ്പിക്കുന്നില്ല. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. നിനക്കിവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവമില്ലെങ്കിൽ ശൂന്യമാണ്, വട്ടപൂജ്യമാണ്. എന്റെ പ്രിയരെ, ഹൃദയം കലങ്ങരുത്. അതിനൊന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഏത് ദൈവം? സത്യദൈവം, നിത്യദൈവം, ഏകദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവം അടുത്ത കാലത്ത് മുളച്ചു വന്ന ഒരു കുട്ടി ദൈവമല്ല. അല്ല. എന്താ നമ്മുടെ ദൈവത്തിന്റെ വിശേഷത? ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ചവനാ നമ്മുടെ ദൈവം. ഈ കാണുന്ന ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ഒരു വാക്ക് കൊണ്ട് സൃഷ്ടിച്ചവനാ നമ്മുടെ ദൈവം. 90-ാം സങ്കീർത്തനം 1-2 വാക്യം മനപ്പാടമായി. എന്നാലും ഒന്ന് വായിച്ചോ, മനപ്പാടമാന്തേലും വായിച്ചോ. 90-ന്റെ 1-2 വായിക്കും. മൈക്ക് കൂടെ വായിച്ചോ ദൈവദാസനെ. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രി ഈ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങരുത്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നും എന്നേക്ക് നമ്മുടെ ദൈവമാ. അനാദിയായും ശാശ്വതമായി നമ്മുടെ ദൈവമാ. ധന്യനാകുന്ന ഏകാധിപതിക്ക് താൻ മാത്രം അവൻ അമർത്യതയുള്ളവനും ആരും കാണാത്തവനും കാണാൻ പാടില്ലാത്ത സർവജ്ഞനായ ദൈവം പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ചവൻ. ഇന്ന് രാത്രി ഈ ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടരുത്. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കലരും മനമേ, എന്തിനാകൂലം കലരും മനമേ, നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകം പോരീതിൽ അനുദിനം ജയമേ, ലോകം പോരീതിൽ അനുദിനം ജയമേ. യേശുനായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകൂലം കലരും മനമേ, എന്തിനാകൂലം കലരും മനമേ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ പ്രിയരെ, ഹൃദയം കലങ്ങരുത്. അതിനൊന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിനക്കൊരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവിക്കുന്ന ദൈവം, മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവം. ആകാശത്തെ വെള്ളിക്കോല് കൊണ്ടളക്കുന്നവന് ഭൂമിയിലെ പൊടിയെല്ലാം നാഴികയിൽ കൊള്ളിക്കുന്നവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമുക്കുണ്ട്. അവന്റെ ഹൃദയം കലങ്ങരുത്. എല്ലാ ഭാഗവും ഞാൻ അത് വേണ്ട. ഇപ്പോഴത്തെ ചില ഉപദേശിമാർക്ക് ഇതിങ്ങനെ വണ്ട് മൂടും പോലെ അവര് പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴല്ല. എനിക്ക് വേണ്ട. നമ്മൾ പാട്ട് പാടുമ്പം വേണം കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഒരു ഇതാ ഉപദേശിമാർക്ക്. ഇപ്പം പ്രസംഗിക്കുമ്പോഴും ഇങ്ങനെ, പ്രാർത്ഥിക്കുമ്പോഴും
ഞാൻ മൂളിക്കണം. അത് അവരുടെ കുഴപ്പമില്ല. അതുങ്ങളെ എങ്ങനെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അവന്മാര്. എനിക്ക് വേണ്ട. അപ്പൊ പാട്ട് പാടും, നന്നായിട്ട് നിങ്ങൾ സഹകരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ കാണുമല്ലോ. ദൈവത്തിന്റെ മകൻ. അപ്പൊ പ്രസംഗിക്കുമ്പോ ഇത് മതി. പാട്ട് പാടുമ്പോ വേണേ അന്നേരം എന്നാ താൻ തന്നെ പാടിക്കുമെന്ന് പറയരുത്. നമ്മൾ ഒന്നിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നമുക്കൊരു ദൈവമുണ്ട്. രാത്രി ആരെങ്കിലും ഹൃദയവേദനയോടെ, ഹൃദയ കലക്കത്തോടെ എന്നെ കേൾക്കുന്നെങ്കിൽ ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ധൈര്യത്തോടെ നോക്കണം. നിനക്കൊരു ദൈവമുണ്ട്. മക്കള് ചിലപ്പോ കൂടെ കണ്ടെന്ന് വരികയല്ല. ഭാര്യ കൂടെ ചിലപ്പം ഇട്ടേച്ച് പോയി കാണും, പിണങ്ങിപ്പോകാം. എന്നാളെടുത്ത് പോയി ഓട്ടോയിൽ കയറി വേറൊരുത്തന്റെ കൂടെ ഈ മൊബൈലിൽ ഇങ്ങനെ പണിതുകൊണ്ടിരുന്നതാ. അപ്പൊ അവൻ ഇങ്ങോട്ട് വന്ന് ഇതങ്ങോട്ട് കൊടുത്തു, കണ്ടു. അവന്റെ കൂടെ കയറി ഓട്ടോയിൽ പോയി. മനസ്സിലായില്ലോ ഓട്ടോയിന്ന്? ഇവിടെ തന്നെ പറഞ്ഞ ഓട്ടോ എന്നാന്നോ അതോ ആട്ടോ എന്നാന്നോ? എന്തേലും ആട്ടെ, മനസ്സിലായാ മതി. പോയി. ഭാര്യ ചിലപ്പോ പോയെന്ന് വരാം, ഭർത്താവ് ഇട്ടേച്ച് പോയെന്ന് വരാം, മക്കളും കൈവിട്ടെന്ന് വരാം, മാതാപിതാക്കളും നിന്നെ കൈവിട്ടെന്ന് വരാം. കാശും പുത്തനും കളറും നിറവും പിടിപ്പൊന്നുമില്ലെങ്കിൽ സഭക്കാരും കൈവിടും. ഞാൻ എന്നെയും കൂടെ ഉപദേശമാരാകുന്ന ഞങ്ങൾക്കുമൊക്കെ ഇച്ചിരി പിടിപ്പും കാശും ഒക്കെ ഉണ്ടെങ്കിൽ സ്തോത്രം അമ്മാമ്മേ, സ്തോത്രം അച്ഛാ, ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മൈൻഡ് ചെയ്യല. പിന്നെ കുറെ നേരം അവിടെ നിന്ന് തുള്ളി വെച്ച് നിനക്ക് അണയ്ക്കുമ്പോ ഇച്ചിരി വെള്ളം കുടിച്ചോണ്ട് മിണ്ടുന്നില്ലല്ലോ ആരും. മഴയാ, ഇപ്പൊ ഇറക്കി വിട്ടാലും പോകുകയല്ല, അവിടെ ഇരിക്കും. ഈ മഴയത്ത് അങ്ങോട്ട് പോകാനാ അല്ലേ? പുള്ളി ഒന്നും മിണ്ടത്തുമില്ല. ഞാൻ പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല. പാവത്താന് ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, ഇങ്ങനൊരു പാവത്തെ ആദ്യം കാണുക. ദൈവത്തിന് മഹത്വം. എല്ലാരും തന്നെ കൈവിട്ടെന്ന് വരാം, സഭക്കാരും കൈവിട്ടെന്ന് വരാം, ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും എല്ലാരും കൈവിടും. നിരാശപ്പെട്ടു പോകരുത്. നിനക്കൊരു ദൈവമുണ്ട്. വാർദ്ധക്യ നരകമുള്ള കാലത്തോളം നിന്നെ ചുമക്കുന്ന ദൈവം. ആ കർത്താവ് പറയാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടുണ്ട്. കേട്ടോ? ആ കർത്താവ് പറയാ, ഞാൻ തന്നെ സൗഖ്യമാക്കുന്ന ദൈവം. നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, നരയ്ക്കുവോളം ചുമക്കുന്ന ദൈവം. ഇന്ന് രാത്രി ആ ദൈവമുള്ളത് കൊണ്ട് നിന്റെ ഹൃദയം കലങ്ങരുത്. ഇന്ന് രാത്രി വന്നതുപോലെ തിരിച്ചു പോകരുത്. ധൈര്യത്തോടെ പോകണം. ഒരു ദൈവമുണ്ട്, ഒരു സത്യദൈവമുണ്ട്, ഒരു നിത്യദൈവമുണ്ട്, ഒരു ഏക ദൈവമുണ്ട്, സാക്ഷാൽ ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വാത്സല്യ മാതാവേ, പിതാവേ, കുഞ്ഞേ, സഹോദരി, സഹോദര, നിരാശപ്പെട്ടു പോകരുത്. നിനക്കൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറയും, എനിക്ക് ദൈവമുണ്ട്. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എന്റെ ദൈവം എന്നെ തള്ളിക്കളയത്തില്ല, എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ സഹായിക്കുന്ന ദൈവം, എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം, എന്നെ വിടുവിക്കുന്ന ദൈവം, എന്നെ ആദരിക്കുന്ന ദൈവം, ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശൊരുക്കുന്ന ദൈവം, എന്റെ തലയെ എണ്ണുകൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു മാരകം നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. പകൽ സൂര്യൻ രാത്രി ചന്ദ്രനെങ്കില് നിന്നെ ബാധിക്കത്തില്ല. ഇന്ന് രാത്രി നമുക്കൊരു ദൈവമുണ്ട്. ജീവനുള്ള ദൈവത്തിനായി സ്തോത്രം പറ, ദൈവത്തിനായി സ്തോത്രം പറ.